ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. ഇന്ന് അധ്യാപക ദിനമാണ്, എല്ലാവർക്കും അറിയാം. നമ്മളിന്ന് രാവിലെ തന്നെ അധ്യാപകരെ പറ്റി ധാരാളം മോശപ്പെട്ട അനുഭവങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും. അധ്യാപക ദിനമായതുകൊണ്ട് തന്നെ അധ്യാപകരെ പറ്റി ഇന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിച്ചു. എന്നെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് അധ്യാപകരുണ്ട്. ആദ്യമായി ഞാൻ മനസ്സിൽ ഓർക്കുന്നത്, ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു മലയാളം കവിത പാടിയിട്ട് ടീച്ചേഴ്സ് റൂമിൻ്റെ മുൻപിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു അധ്യാപക അവിടെ ഇരുന്ന് ഞാൻ ആ കവിത ചൊല്ലുന്നതിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടാണ്. ഇത് നല്ല ഭംഗിയായ പദ്യം പാടി അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, എന്നോടല്ല മറ്റ് അധ്യാപകരോട് പറയുന്നത് കേട്ടത് എനിക്കൊരുപാട് പ്രചോദനം നൽകി. ഇന്നും കവിതകൾ പാടുമ്പോൾ ഞാൻ അധ്യാപകയെ മനസ്സിൽ ഓർക്കാറുണ്ട്. അന്ന് അതെനിക്ക് നൽകിയ കോൺഫിഡൻസ് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായി പറഞ്ഞ പ്രസംഗം കേട്ടിട്ട് അത് ഭംഗിയായിരുന്നു, പൃഥ്വിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞ അധ്യാപകരെ ഓരോ പ്രാവശ്യവും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. അങ്ങനെ അധ്യാപകർ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന്, ആത്മവിശ്വാസം ബിൽഡ് ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. നമുക്കറിയാം, ഏതു ജോലികളെ പോലെ തന്നെ സമ്മർദ്ദമുള്ളൊരു ജോലിയാണ് അധ്യാപക ജോലി. ഏതൊരു ജോലിയെ പോലെ തന്നെ നമ്മൾ ചെറുതാണെങ്കിലും വലുത് ജോലിയാണെങ്കിലും നമ്മൾ എത്രമാത്രം സമർപ്പണം അതിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം നമ്മുടെ ഒരു എഫേർട്ട് ഇടുന്നു ഒക്കെ അനുസരിച്ച് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ ജോലികളും നമുക്ക് അതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സമർപ്പണമൊക്കെയാണ്, അതിനുള്ള നമ്മൾ ഇഷ്ടപ്പെട്ടാണോ ചെയ്യുന്നതൊക്കെയാണ് ആ ജോലിയെ ഭംഗിയും മനോഹരവുമൊക്കെ ആക്കി തീർക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപനവും ഒരു ജോലിയാണ്. അതിൽ നമ്മൾ എത്ര സമർപ്പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിൽ എത്ര ഇഷ്ടമുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ ആ ഒരു ക്ലാസ്സുകളിൽ നിന്നൊക്കെ അത് നന്നായി പ്രതിഫലിക്കും. പല അധ്യാപകരും നമുക്ക് നല്ല അനുഭവങ്ങൾക്ക് പകരം മോശം അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. നല്ല സമർപ്പണത്തോടു കൂടി വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവരെ ഇകഴ്ത്തി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല ഈ വീഡിയോ. അധ്യാപന ജോലിയെ യാതൊരു തരത്തിലും മോശമായി വിലകുറച്ചോ കാണുന്ന ഒരു വീഡിയോ അല്ല ഇത്. ഇതിൽ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളെ നല്ല അധ്യാപകർക്ക് അപവാദമായി അധ്യാപന ജോലി വളരെ മോശം രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ചില അധ്യാപകരെ പറ്റി, അല്ലെങ്കിൽ അവർ കുട്ടികളിൽ എത്രമാത്രം അവരുടെ ജീവിതത്തിൽ എത്രമാത്രം മോശമായിട്ടാണ് സ്വാധീനം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ജനറലായി കാണുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായി തന്നെ നമുക്കറിയാം, സിലബസ് ഒക്കെ പെട്ടെന്ന് തീർക്കാനും പോർഷൻസ് ഒക്കെ തീർക്കാനും ഒക്കെയുള്ള സമ്മർദ്ദങ്ങൾ എല്ലാ അധ്യാപകരിലും കാണും. അത് ജനറലായിട്ട് എല്ലാ അധ്യാപകർക്കും ഉള്ളതാണ്. പലപ്പോഴും ഒരു ദിവസം തന്നെ ഒരുപാട് കുട്ടികളെ മാനേജ് ചെയ്യുന്നതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോലിയല്ല. എങ്കിലും അവർ പറയുന്ന ഓരോ വാക്കും ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും വളരെ വലുതാണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. എനിക്ക് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കിയ അധ്യാപകർ എൻ്റെയും ജീവിതത്തിലുണ്ട്. അവരൊക്കെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപക വൃത്തിയെ പറ്റിയൊക്കെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മോശമായി സംസാരിച്ച അധ്യാപകരെ പറ്റി മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. പലപ്പോഴും പല കുട്ടികളുടെയും ആത്മവിശ്വാസം തകർക്കുന്നവരാണ് പല അധ്യാപകരും. നമുക്കറിയാം, ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ കുട്ടികളെല്ലാം തികച്ചും വ്യത്യസ്തരായ കുട്ടികളായിരിക്കും. ചില കുട്ടികൾ പഠനത്തിൽ വളരെ മികവ് പുലർത്തുന്നവരായിരിക്കാം. പലപ്പോഴും പലയിടങ്ങളിലും അധ്യാപകർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പഠനത്തിൽ നമ്മൾ കാണുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാനദണ്ഡമുണ്ട്. നല്ല മാർക്ക് വാങ്ങിക്കുന്നവരാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള അക്ഷരങ്ങളുള്ള കുട്ടികളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഓരോ അധ്യാപകരും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് നല്ലതെന്ന് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെയൊക്കെ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പല അധ്യാപകരും എഫേർട്ട് എടുക്കാറില്ലെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്കൊക്കെയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും രക്ഷകർത്താക്കൾ കുട്ടികളെ പറ്റിയുള്ള കൺസേൺസോ കംപ്ലയിൻസോ പറയുന്ന സമയത്ത് അനുഭാവപൂർവ്വത്തോടുകൂടി പലരും ലിസൺ ചെയ്യുക പോലും ചെയ്യാറില്ല. പലപ്പോഴും നമ്മളെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് പല അധ്യാപകരും പിന്നീട് ആ കുട്ടികളെ അവഗണിക്കുന്നതായിട്ട് സുഹൃത്ത് വലയങ്ങളിലുള്ള പല ആളുകൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പല കുട്ടികളോടും ക്ലാസ് റൂമിൽ നീ ഒന്നിനും കൊള്ളില്ല, നിനക്കൊന്നും കൊള്ളില്ല, നിനക്ക് മുട്ടയല്ലേ കിട്ടിയത്, അല്ലെങ്കിൽ നിനക്കൊന്നിനും കഴിയില്ല എന്നൊക്കെ പല കുട്ടികളോടും അധ്യാപകർ പറഞ്ഞത് അവരിൽ ആഴത്തിൽ ഉണ്ടാക്കിയതായിട്ട് സംസാരിക്കുന്നതായി കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുള്ള അമ്മമാർക്ക്
ഞാനീ പറയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമുക്കറിയാം മറ്റു കുട്ടികളോടൊപ്പം തന്നെ എത്താൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ എടുക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രയത്നം എടുക്കുന്ന കുട്ടികളായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ. പലപ്പോഴും അധ്യാപകർ അവരെ മണ്ടന്മാരെന്നും അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരും എന്നൊക്കെ ലേബൽ ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളിൽ അത് ഒരുപാട് പ്രശ്നമുണ്ടാക്കാറുണ്ട്. പല അധ്യാപകരും അവരുടെ അതോറിറ്റി വളരെ മോശമായി യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇൻറ്റേർണൽ മാർക്സിൻ്റെ ഒക്കെ പേരിൽ നീ ഇങ്ങനെ ബിഹേവ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്സ് തരില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ചൂഷണം ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നതായിട്ടും പല സ്കൂളുകളിലും കേട്ടിട്ടുണ്ട്. നമ്മളിൽ പലരും അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അധ്യാപകരായിരിക്കും. പിന്നീട് കുട്ടികളുടെ നന്മയ്ക്കായിട്ടെന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ പണിഷ്മെൻ്റ് നടത്തുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് തന്നെ എന്നോട് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളോട് വളരെ മോശമായി പണിഷ് ചെയ്യുന്ന ഒരു അധ്യാപിക ഇന്നും മനസ്സിൽ ഓർക്കുന്നുണ്ട്. ആ ടീച്ചർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു ആങ്സൈറ്റിയും നമുക്കൊരു ഭയങ്കര ഭീതിയാണ് മനസ്സിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ക്ലാസ് റൂമുകൾ കുട്ടികൾക്ക് ഭീതിയുള്ള ഇടങ്ങളാക്കി മാർക്കുന്ന ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരുപാട് അധ്യാപകർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ സ്കൂളുകളിലുണ്ട്. പല കുട്ടികൾക്കും ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള പല മെൻ്റൽ ട്രോമകൾക്കും പല അധ്യാപകരും കാരണമായിട്ടുണ്ട് എന്ന് ഉള്ള ദുഃഖസത്യം വളരെ സങ്കടത്തോടുകൂടിയാണ് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ ആത്മവിശ്വാസത്തെ മുഴുവൻ കെടുത്തിക്കളയുന്ന രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ പല അധ്യാപകന് കാരണമായിട്ടുണ്ടെന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി, കാലമൊക്കെ കഴിഞ്ഞുപോയി. ഒട്ടും നമ്മൾ പറയുന്നത് പോലെ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇത് ചേഞ്ചസ് വരുത്തുക എന്നുള്ളതൊക്കെ. നമ്മുടെ ഉള്ളിൽ തന്നെയൊക്കെ ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു ആശയങ്ങൾ തന്നെ രൂപപ്പെട്ട് വന്നിരിക്കുന്നത് തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണല്ലോ. പലപ്പോഴും ക്രിയേറ്റിവിറ്റിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല മിക്ക സ്കൂളുകളും മിക്ക അധ്യാപകരും. അവരെപ്പോഴും ഇപ്പോൾ പഠനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ പുഷ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകളും. പലപ്പോഴും നമുക്ക് ഇങ്ങനെ അധ്യാപകരിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ ലോങ് ടൈമായിട്ടുള്ള കോൺസിക്വൻസസ് കുട്ടികളിൽ ഉണ്ടാക്കാറുണ്ട്. അവരിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആത്മവിശ്വാസം കുറവുണ്ടാക്കാനും അല്ലെങ്കിൽ മുൻപോട്ട് പോകാനുമുള്ള ഒരു മോട്ടിവേഷനൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കും പലരും ബിഹേവ് ചെയ്യുന്നത്. നമുക്കറിയാം, ഞാനൊക്കെ വളരെ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് അധ്യാപനം എന്നുള്ള ജോലി അല്ലെങ്കിൽ അതൊരു അധ്യാപികയാകാനൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. പലപ്പോഴും പലരും ആ സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കഴിവുള്ള ഒരുപാട് ആളുകൾ, അധ്യാപനത്തിൽ ഇഷ്ടമുള്ള ആളുകൾ വെളിയിൽ നിൽക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് അധ്യാപക ജോലിയിലേക്ക് ഒരു താല്പര്യമില്ലാത്ത ആളുകൾ കടന്നു വരുന്ന പ്രവണത നമുക്ക് എല്ലാവർക്കും ചുറ്റുപാടും നോക്കിയാൽ കാണാം. എനിക്ക് തന്നെ അറിയാവുന്ന പല സുഹൃത്തുക്കളുമുണ്ട്, അധ്യാപനം ഇഷ്ടപ്പെട്ട് ഇപ്പോഴും നല്ലൊരു ജോലി ലഭിക്കാതെ ലക്ഷങ്ങൾ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അധ്യാപികയാകാൻ കഴിയാതെ പോയ ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ കാണാൻ കഴിയും. അർഹതയുള്ള ആളുകൾ, താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ സമർപ്പണമുള്ള ആളുകൾ ഇത് മുന്നോട്ട് വരാതെ, അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ ഒരു താല്പര്യമില്ലാത്ത ആളുകൾ മുന്നോട്ട് വരുന്നത് പലപ്പോഴും ഇതിനൊക്കെ ഇങ്ങനെയുള്ള താല്പര്യമില്ലാത്ത അധ്യാപകർ പലപ്പോഴും കുട്ടികളിൽ മോശം തരത്തിലുള്ള സ്വാധീനം തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, ക്ലാസ് മുറികളൊക്കെയും പലപ്പോഴും ഇടിമുറികൾ പോലെയാകുന്ന പണിഷ്മെൻ്റ് കൊടുക്കുന്ന പല സ്കൂളുകളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. ആ ടീച്ചറുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർ പറയുന്ന ന്യായീകരണങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്ക് നന്മ സംഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ, നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെയാണ് പല അധ്യാപകരും പറയുന്ന ന്യായീകരണം. ഒരു കുട്ടിയിൽ ഒരു ഭീതിതരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ ആ ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ സമയത്തോ ആങ്സൈറ്റിയും സ്ട്രെസ്സും കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ അധ്യാപിക ശരിക്കും ആ കുട്ടിയെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവരെല്ലാം തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. മുൻപിലിരിക്കുന്ന കുട്ടിയെ കംഫർട്ടബിളായിട്ട് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവരുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപന ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടിയെ, ഏത് തരത്തിലുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഞാൻ പഠിപ്പിക്കുന്ന വിഷയം നന്നായി മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും അത് ലേൺ ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ, അവർക്ക് പ്രോപ്പറായിട്ട് എന്നോട് പേടിയില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യേണ്ടത് ഓരോ അധ്യാപകരുടെയും കടമയാണ്. ഞാൻ വീണ്ടും പറയുന്നു, അധ്യാപനം ഒട്ടും ഈസി ആയിട്ടുള്ള ജോലിയല്ല. നമ്മൾ പറയുന്നത് പോലെ ഒട്ടും എളുപ്പമുള്ള ജോലിയല്ല. പലതരത്തിലുള്ള പല കുട്ടികളെ ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്നുള്ള വളരെ ശ്രമകരമായൊരു ജോലിയാണ്. നമുക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ
പലപ്പോഴും പല അധ്യാപകരും തങ്ങളുടെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസും സ്ട്രെസ്സും ഒക്കെ തീർക്കുന്ന ഉപകരണങ്ങളായിട്ടാണ് മുമ്പിലിരിക്കുന്ന കുട്ടികളെ കാണാറുള്ളത്. പലപ്പോഴും നമ്മുടെ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ മൂഡ് സ്വിങ്സും ഒന്നും തീർക്കാനുള്ള ഉപകരണങ്ങളല്ല നമ്മുടെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ. പലപ്പോഴും പല അധ്യാപകരും അവരുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെ അവരുടെ പ്രായം വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഒരു 10 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന 7 വയസ്സുള്ളൊരു കുഞ്ഞിനെ നമ്മുടെ പ്രായം വെച്ചിട്ടുള്ള അറിവ് വെച്ചിട്ടോ നമ്മുടെ ചിന്താഗതി വെച്ചിട്ടോ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവരുടെ ചിന്താഗതിയും അവരുടെ ബുദ്ധിയൊക്കെ നമ്മളിൽ തികച്ചും വ്യത്യസ്തമാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും ഞൊടിയിടയിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും ഈ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് ആ സബ്ജക്റ്റിനേക്കാൾ ഉള്ളതിനേക്കാൾ ധാരണ മുൻപിലിരിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുമെന്ന് പല അധ്യാപകരും ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും ആ പഴയ ഒരു പഴയ കൺസെപ്റ്റിലാണ് നമ്മളെ പല അധ്യാപകരും നമ്മുടെ ഒരു ടീച്ചിങ് സ്റ്റൈല്. ഉദാഹരണമായിട്ട് എൻ്റെ ഒരു മകന് സയൻസിൻ്റെ ഒരു ക്ലാസ്സിനകത്ത് പുതിയ വൈറസുകളെ പറ്റി സംസാരിച്ച സമയത്ത് ഒരു വൈറസിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ആ കേട്ട അധ്യാപിക പറഞ്ഞത് അങ്ങനൊരു വൈറസ് ഇല്ല. സത്യത്തിൽ ഞാൻ ആ കേട്ട സമയത്ത് ഞാനും വിചാരിച്ചു അങ്ങനൊരു വൈറസ് ഇല്ല. ഞാൻ എക്സാക്ട് പേര് ഓർക്കുന്നില്ല. ഞാൻ ഗൂഗിളിൽ ആ സമയത്ത് സെർച്ച് ചെയ്ത സമയത്ത് അങ്ങനൊരു പുതിയ വൈറസ് ഉണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾ ഇപ്പം പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാലത്താണ്. നമ്മുടെ അധ്യാപകർ എപ്പോഴും അവരോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നന്നായി അതിനെപ്പറ്റി ആധികാരികമായി പഠിക്കുകയും അല്ലെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടി ചിലപ്പോൾ എന്നേക്കാൾ ആ വിഷയത്തിൽ ധാരണയുള്ളവരാകും എന്നുള്ള ധാരണയിൽ തന്നെ സംസാരിക്കാനും ഒക്കെ ഇക്കാലത്ത് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടിക്ക് ഒരു മാനസികമായി മുറിവുണ്ടാക്കുന്ന ഒരു വാക്കോ ശാരീരികമായ ഉപദ്രവങ്ങളോ ഉണ്ടാക്കാതെ അവരെ കംഫർട്ടബിളായിട്ട് അവരുടെ ക്ലാസ്സിൽ അവരുടെ കൺസേൺസ് പറയാനും അവരെ ലിസൺ ചെയ്യാനും ഒക്കെ പറ്റുന്നവരല്ല അധ്യാപകരെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ജോലിയല്ലേ ഇത്. നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ഒരു ദിവസം പകൽ എത്ര സമയമാണ് സ്കൂളുകളിൽ സ്പെൻഡ് ചെയ്തതെന്ന് നമുക്കറിയാം. അവർ ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ഇൻറ്ററാക്ട് ചെയ്യുന്ന അധ്യാപകരിൽ നിന്ന് അവർക്ക് മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടാണെങ്കിൽ അവർക്ക് സ്കൂളിൽ വരാനുള്ള താല്പര്യം പോലും പലപ്പോഴും കാണാറില്ല. പല ക്ലാസ്സുകളും ഭയങ്കര വിരസമായിട്ട് തോന്നാനുള്ള കാരണം അവർക്ക് ആ അധ്യാപകരുടെ ഒരു ടീച്ചിങ് സ്റ്റൈൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊന്നും അധ്യാപിക ചെയ്യാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ടുള്ളത് മോശമായത് കൊണ്ടാവാം. അപ്പം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല കുട്ടികളെ അല്ലെങ്കിൽ നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു അധ്യാപികയ്ക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അധ്യാപിക മാത്രം വിചാരിച്ചാൽ ഒരു കുട്ടി നല്ലതാകും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ ഒരു അധ്യാപികയ്ക്ക് ഒരു കുട്ടിയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സ്വാധീനങ്ങൾ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഒരു കുട്ടിയിൽ ഒരുപാട് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാകാൻ, ഒരു കുട്ടിയെ വിഷാദത്തിലേക്ക് തള്ളിവിടാൻ, ഒരു കുട്ടിയിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കാൻ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കഴിയും. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലെ പല അധ്യാപകരും ഇക്കാര്യത്തിനകത്ത് പുറകോട്ടാണ്. അത് തിരിച്ചറിഞ്ഞ് ഇനിയും പുതിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ സാധിക്കത്തില്ലെങ്കിലും ഇതിലൊക്കെ ഒരു നല്ല ട്രെയിനിങ് അധ്യാപകർക്ക് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പലതരത്തിലുള്ള കുട്ടികളെ പറ്റിയും അവരോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അവർ പേരൻസ് ഒരു കൺസേൺസ് പറയുമ്പോൾ അത് ലിസൺ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും സ്നേഹത്തോട് കുട്ടികളെ ചേർത്ത് പിടിക്കാനൊക്കെ കഴിയുന്ന അധ്യാപകരായി തീരട്ടെ എല്ലാവരും. നമ്മളെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ പോസിറ്റീവായി സ്വാധീനിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരെയും മനസ്സിൽ ഓർക്കുന്നു, അവരെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഇത്രയും നേരം ഈ കാര്യങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. താങ്ക് യു.